അവന്റെ അമ്മ മരിച്ചെന്ന് അവൻ അറിയാവോ എന്തോ. ഞാൻ പറഞ്ഞില്ലേ എന്റെ പൊന്നെ നിന്റെ അമ്മ പോയടാ. ആമിയുടെ അതേ മൂക്ക് കറുത്തൊരവസാനം അടിച്ചാവൻ കിടന്നു. അവസാനം പോലും കാണാൻ പോലും പറ്റിയില്ല എനിക്ക് അവളെ. ഇന്നലെയും കണ്ടല്ല, മരിച്ചതിന് ശേഷം കണ്ടില്ലല്ലോ. എൻ്റെ കൊണ്ടപ്പോൾ എന്തിനിവിടെ വന്ന് കിടക്കുന്നേ? ഒക്കെ ഈ സ്ഥലമെല്ലാം കിടന്നിട്ട് രാത്രി ഒരു 2:30 എനിക്ക് ഉറക്കം വരില്ല. ഞാനങ്ങനെ ഇവൻ്റെ അടുത്ത് വന്നിരിക്കാൻ നോക്കിയപ്പോൾ സോഫയിലാണ് അവൻ കിടക്കുന്നത്. പക്ഷെ അവൻ വന്ന് ഗേറ്റിൻ്റെ അടുത്ത് വന്ന് കിടക്കണം. എഴിച്ചൊന്നും വന്നില്ല, എന്നെ കണ്ടിട്ടും എഴിച്ചില്ല. കണ്ട അവിടെ ഒന്നും കിടക്കാതെ അവൻ വന്ന് ഗേറ്റിൻ്റെ അടുത്ത് വന്ന് കിടന്നു. എനിക്ക് ഉറക്കം വരില്ല. അപ്പം ദിൽഷ ചോദിച്ച, ദിൽഷയല്ല എല്ലാവരും പറഞ്ഞതുപോലെ അവനെ ചെന്ന് കണ്ടില്ലെങ്കിലും ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് നിൽക്കുമ്പം എവൻ്റെ വിചാരം ഞാൻ അങ്ങ് താഴോട്ട് എവിടെയെങ്കിലും ഇപ്പം 2-3 ദിവസം കൊണ്ട് കൊണ്ടുപോകത്തില്ലേ എവനെ. അപ്പം അവൻ്റെ വിചാരമായിരിക്കും അവൻ്റെ അമ്മയെ കാണാനായിട്ട്. നീ ഒരു അമ്മയ്ക്കൊരു മുത്തവും കൊടുത്തിട്ട് പോയല്ലോ, മതി. അല്ലെങ്കിൽ അമ്മയെ കടിച്ചു കീറാൻ പോണവനാണ് ഇന്നലെ പോയപ്പോൾ ഒരു ഉമ്മൊക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ട് വന്നത്. പൊന്നിൻ്റെ അമ്മയാണ്. അമ്മയ്ക്കൊരു കുഞ്ഞ് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച്, ആമിക്കൊരു കൂട്ടിന്, ആമിക്ക് വിഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പൊന്നി എന്തിനാണ് സഹോദരനായാലും അമ്മയ്ക്കായാലും പറ്റുന്നില്ല. രാവിലെ ഇന്നും നടക്കാൻ ഇറങ്ങിയിട്ട് പറ്റുന്നില്ല. ശ്വാസം മുട്ടുമല്ലോ തോന്നി അവൻ വീട്ടിൽ കയറി വന്നു. അതുപോലെ അമ്മയുടെ കാര്യമായാലും വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അമ്മ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞ് അമ്മയ്ക്കൊന്നും ശ്വാസം മുട്ടുമല്ലോ, അവിടെ ഇരിക്കുമ്പം പറ്റുന്നില്ല അവർക്കൊന്നും.